ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണില്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ദൈവം സഹായിച്ച്. ഞാനേ ഇന്ന് വന്നത് നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാനാണ്. ടിപ്പ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ടിപ്പൊന്നുമല്ല, നമ്മൾ നോർമൽ എല്ലാവരും ചെയ്യണത് തന്നെയായിരിക്കും. അപ്പം ഞാനിത് 1-2-3 പ്രാവശ്യം ചെയ്യും. അപ്പം ഞാൻ ചോദിച്ചു, ഇനി ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാം, ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇവിടെ ഇങ്ങനെ സബോളയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ഓഫർ വരുമ്പോൾ നമ്മൾ കുറച്ചധികം ബൾക്കായിട്ട് എടുക്കും. ഒരു 35 സബോള അങ്ങനെയൊക്കെ വെച്ചെടുക്കും കേട്ടോ. അപ്പോൾ അത് ഒരാഴ്ച 2 ആഴ്ച അതിങ്ങനെ വെറുതെ വെച്ചിരുന്നുണ്ടെങ്കിൽ അത് കേടായി പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സബോളയൊക്കെ എടുത്തിട്ട് അതിൻ്റെ തൊലിയും കാര്യങ്ങളും ഇതൊക്കെ മാറ്റാം കേട്ടോ. അപ്പോൾ തൊലി മാറ്റുന്ന സമയത്ത് എനിക്ക് സഹായ കമ്മിറ്റി ആയിട്ട് പൊന്നൂസൊക്കെ ഉണ്ട്. അപ്പോൾ അവളുടെ കിച്ചണിൽ ഇരുന്ന് ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു. പിന്നെ ഞാൻ അവിടെ തന്നെയാണ് ഇരിക്കാറ്, കാരണം പുറത്തേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മൾ അവിടെ ഇരുന്നിട്ട് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അപ്പം അവൾക്കും ഭയങ്കര സന്തോഷമാണ്. അവളുടെ കിച്ചണിൽ ഞാൻ ചെയ്യണു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര പൊങ്ങച്ചാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ തൊണ്ട് പൊളിക്കൽ കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് സബോള നന്നായിട്ട് വാഷ് ചെയ്യണം. കേടൊക്കെ ഉള്ളത് കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കടലാസ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കടലാസോ കോട്ടൻ്റെ തുണിയോ വെച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കണം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 2 രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കാരണം നമ്മൾ കൂട്ടാനൊക്കെ കാച്ചുമ്പോൾ നീളനെയുള്ളതല്ലേ എടുക്കുക സബോള. അപ്പോൾ കുറച്ച് നീളനെയുള്ളത് അങ്ങനെ വേണ്ടിയിട്ടും, പിന്നെ നമ്മൾ മുട്ടയ്ക്ക് അതേപോലെ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെയായിട്ടും കുറേശ്ശെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ സിപ്പ് ലോക്ക് കവറിലാക്കി വെക്കുമ്പോൾ അതിലത്തെ എയറൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ഫ്രീസറിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കത് വെക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഏട്ടൻ സഹായിക്കാൻ വന്നു. കാരണം ഇത്ര കുറേ ഉള്ളതുകൊണ്ട് എങ്ങനെ പോയാലും ഞാൻ കട്ട് ചെയ്ത് ലാസ്റ്റ് ആകുമ്പോഴത്തേനും കൈ എവിടെയെങ്കിലുമൊക്കെ മുറിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് ഏട്ടൻ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ സഹായം എവിടെന്നെങ്കിലും തരിക എന്ന് പറയല്ലേ വേണ്ടു. അങ്ങനെ തന്നെ ഞാനതെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ക്യാമറയുടെ പരിപാടി ഏറ്റെടുത്തു. അങ്ങനെ എനിക്ക് അതൊക്കെ കട്ട് ചെയ്ത് തന്ന് അങ്ങനെ ഇതേ കണ്ടോ, ഈ 3 കവറിലാക്കിയിട്ട് ഞാനിത് T3 വാങ്ങിച്ചതാണ്. കുറച്ചധികം ഉണ്ട് കവറുകൾ. അപ്പോൾ ഇങ്ങനെ കവറിലാക്കിയിട്ട് അങ്ങനെ ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറിയൊക്കെ കാച്ചുമ്പോൾ കടുകൊക്കെ നമ്മൾ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കില്ലേ, അത്രയില്ലെങ്കിലും കുറച്ച് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. നമ്മൾ ഇതിൽ നിന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത സബോള കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിടുമ്പോൾ കുറച്ച് പൊട്ടിത്തെറിക്കും. അപ്പോൾ കുറച്ചൊന്ന് നീങ്ങി നിന്നിട്ട് നമ്മൾ ഈ സബോള അതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. കുറേ നാളത്തേക്ക് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് പച്ചക്കറികളായാലും ഇങ്ങനെ ചെയ്യാം, മത്തങ്ങയോ അതേപോലെ എന്ത് സാധനങ്ങളായാലും ബൾക്കായിട്ട് കിട്ടി അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ടേക്ക്